കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ പാദാന്തികെ നമുക്കെല്ലാവർക്കും ഒത്തുചേരുവാൻ ദൈവം കൃപ നൽകിയല്ലോ. പ്രിയപ്പെട്ടവരെ, യൂദാ എഴുതിയ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ 9 വാക്യം വരെയും ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കി. ഇന്ന് നമുക്ക് 10-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ 10-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ദുരുപദേശങ്ങൾ പഠിപ്പിച്ച് ദൈവജനത്തെ തെറ്റിക്കുകയും ചെയ്യുന്ന അവസ്ഥ, തങ്ങളെ തന്നെ പാപത്തിന് അധീനപ്പെടുത്തിക്കൊണ്ട് പാപ അവസ്ഥയിലേക്ക് ജീവിക്കുന്ന അവസ്ഥകൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. അറിയുന്ന കാര്യങ്ങളെ നമ്മൾ പറയാവുള്ളൂ, അറിയാത്ത കാര്യങ്ങൾ ദുഷിക്കുവാൻ ഇടവരുത്തരുത് എന്ന്. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായിട്ട് ഗ്രഹിക്കുന്നവയാലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വഷളാക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ചിന്തിക്കുവാൻ പറ്റുന്നത്. ഇവിടെ ഈ നശിച്ചു പോകുന്ന ജനം ഹല്ലേലൂയ ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ സഹോദരനെ നശിപ്പിച്ച ഒരു സ്നേഹമില്ലാത്ത ഒരു കായിനെ യാഗം കഴിക്കാൻ കടന്നുപോയ അവസ്ഥ നമുക്കറിയാമല്ലേ. കായിനും അവന് ഏറ്റവും നല്ലത് ദൈവത്തിന് യാഗം അർപ്പിക്കാൻ കൊണ്ടുവന്ന്, ഹാബേലും തനിക്കുള്ളതിലേക്ക് ഏറ്റവും നല്ല ദൈവത്തിന് യാഗം അർപ്പിക്കുവാനായിട്ട് കൊണ്ടുവന്നു. എന്നാൽ ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. അതിന് സ്നേഹം ഇഷ്ടം തോന്നാത്ത തൻ്റെ സഹോദരനോട് അനിഷ്ടം തോന്നിയിട്ട് കായിൻ എന്ത് ചെയ്തു? ഹാബേലിനെ കൊല്ലുകയാണ്, വധിക്കുകയാണ് ചെയ്തത്. അവനെ കൊന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പലപ്പോഴും മറ്റുള്ളവരോടുള്ള അസൂയയും നമ്മുടേതായ സ്വന്തം ഇഷ്ടങ്ങൾ നിവർത്തിക്കുവാൻ, നമ്മുടേതായ താല്പര്യങ്ങൾക്ക് നാം ഇടം കൊടുത്തുകൊണ്ട് നമ്മുടെ വഴികളെ മാത്രം നാം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളതാകൊണ്ടത്രേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കായിന് തന്നെ മനസ്സിലായി കാണും തൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാണെന്നല്ലേ. അതുകൊണ്ടാണോ അങ്ങനെയൊക്കെ ചിന്തിച്ച് കാണും. നമ്മളിപ്പോൾ കുറച്ച് പേര് ആരാധിക്കാൻ പോകുമ്പം ദൈവം ആരാധിക്കുന്നവൻ്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മൾ വിധവ തനിക്കുണ്ടായിരുന്ന മുഴുവൻ കൊണ്ടിട്ടു, പണക്കാർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ധാരാളം ഇട്ടു. എന്നാൽ കർത്താവ് പ്രസാദിച്ചത് വിധവയിലും അവിടെ ചില്ലിക്കാശിലുമാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? ശുദ്ധമായിരിക്കണം, ദൈവം ആഗ്രഹിക്കുന്ന അളവിലുള്ളതായിരിക്കണം, ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. കായീന് തൻ്റെ സഹോദരനോട് സ്നേഹമില്ലായിരുന്നു. ദൈവം കായീനിൽ പ്രസാദിച്ചില്ല. ഒരു പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, കായീൻ കൊണ്ടുവന്ന അവൻ്റെ കൃഷി വകയിൽ നിന്നുള്ളതൊക്കെ വളരെ മെച്ചമേറിയതാ, ഏറ്റവും നല്ലത് അവൻ കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മെ നോക്കും. യാഗം കഴിക്കാൻ പോകുമ്പോൾ യാഗവസ്തുവിനെ മാത്രമല്ല, യാഗം കഴിക്കുന്ന ആളിനെ കൂടി ദൈവം നോക്കും. അതുകൊണ്ട് ഇതിലൂടെ ഒരു ആത്മീയ ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ശുശ്രൂഷകരായി പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം നോക്കും. വചനം പ്രസംഗിക്കാൻ എനിക്കും എളുപ്പമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാ ബുദ്ധിമുട്ട്. ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ആമേൻ സ്നേഹമില്ലാത്തവരായിട്ടുണ്ട്. കായിനെ പോലെയല്ല. ആമേൻ. ഇടത്തുടുകാർ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനല്ല, വേണ്ടാത്തതൊക്കെയും കാണിച്ചു കൊടുത്തുകൊണ്ട് വേണ്ടാത്ത തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനല്ല. ആമേൻ. നമ്മുടെ ജീവിതം ഈ ദിവസങ്ങളിൽ ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണം. 2 പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ പണത്തെ സ്നേഹിച്ച ബിലിയാമിൻ്റെ ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനത് വായിക്കാം. 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ. അവർ നേർവഴി വിട്ടുതെറ്റി ബെയോരിൻ്റെ മകനായ ബിലിയാമിൻ്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു, എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടിയ പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. പ്രൈസ് ദി ലോർഡ്.
ഒരു കഴുതയ്ക്ക് ഇവിടെ ബിലെയാമിൻ്റെ അവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞെങ്കിൽ കൂലിക്ക് കൊതിച്ച് മറ്റുള്ളവരുടെ ദ്രവ്യത്തിൽ ആഗ്രഹിച്ച് ബിലെയാം എന്ത് ചെയ്യുകയാണ്? താൻ ഈ കഴുതയെ ഉപദ്രവിക്കുക, അല്ലേ? പണത്തെ സ്നേഹിക്കുക. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു അധഃപതനമാണ് പണം. പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ദൈവമക്കളെ, ശരിയാണ്, പണം വേണം. പണമില്ലാത്ത ഒരു കാര്യവും നടക്കത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതം പണത്തിനു വേണ്ടി ആയിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പണം വേണം, പണമില്ലാതെ പറ്റില്ല. എന്നാൽ ജീവിക്കാൻ വേണ്ടിയാണ് നാം ജീവിക്കേണ്ടതല്ലാതെ പണത്തിനു വേണ്ടിയല്ല ജീവിക്കേണ്ടത്. പണത്തിനു വേണ്ടി ജീവിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വഞ്ചനയിലും കുടുക്കിലും നാം പോകും. കള്ളത്തരം പറയുവാൻ പോകും. ബിസിനസ്സുകാർക്ക് ധാരാളം കള്ളം പറയേണ്ടി വരും. ബിസിനസ് നടത്തുന്നവർക്ക് കള്ളം പറയാതെ, വ്യാജം കാണിക്കാതെ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ പറയും, കഴിയുന്ന വിശ്വാസികൾ ബിസിനസ്സിന് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ബിലെയാം പണത്തെ സ്നേഹിച്ചു. നമ്മൾ പണത്തെ സ്നേഹിച്ചാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതവും പോക്ക. ഇന്ന് പലരും പണത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് വലിയ കൊലപാതകങ്ങളിൽ പോലും ചെന്നെത്തുന്നത്, വലിയ മോഷണ കേസുകളിൽ പിടിക്കപ്പെടുന്നത്. പലരും ഹല്ലേലൂയ ആമേൻ ദൈവസഭയ്ക്കകത്തുള്ള മുതൽ പോലും മോഷ്ടിക്കുന്നു. കയ്യിലേൽപ്പിക്കപ്പെടുന്ന ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പലപ്പോഴും ആമേൻ ദൈവമക്കളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ആദ്യകാലങ്ങളിലൊക്കെ ചെയ്യും. പിന്നീട് പണം വന്നു കരങ്ങളിൽ നിറയുമ്പോൾ ആർത്തി പൂണ്ട് അതിനെ കള്ളക്കണക്കെഴുതിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ബിലെയാമിനെ പോലെ അധഃപതിച്ച നിലയിലേക്ക് ആക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് ഞാൻ ആരെയും ചെറുതായി കണ്ടുകൊണ്ടോ ആരെയും ആക്ഷേപിച്ചുകൊണ്ടോ അല്ല ഈ വാക്കുകൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ. ആകയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു, നാം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കണം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ നമ്മോട് എന്താണ് പറയുവാനുള്ളത്? എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. എഫേസോസിലെ സഭയുടെ ദൂതനോട് പറയുമ്പോൾ ആമേൻ പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കായീന് തന്നെ തൻ്റെ സഹോദരനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നോ? അല്ലേ? 2 സഹോദരന്മാരേ ഉള്ളൂ. ഇന്ന് ഒന്ന് വീതം വെക്കുന്ന സമയമാകട്ടെ, നമ്മുടെ വസ്തു ഭാഗിക്കുന്ന സമയമാകട്ടെ, ധനങ്ങൾ ഭാഗം വെക്കുന്ന സമയമാകട്ടെ, തൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണുവാനായിട്ട് കഴിയില്ലേ? അതുവരെയൊക്കെ സഹോദരങ്ങൾ ഭയങ്കര സ്നേഹമായിരിക്കും. എല്ലാ പ്രോഗ്രാമുകളിലും ഒരുമിച്ച് കൂടും, സന്തോഷിക്കും, ചിരിക്കും, കളിക്കും. എന്നാൽ ദൈവമക്കളെ, തങ്ങളുടെ ശരിയായ രൂപവും സ്വഭാവവും വെളിപ്പെടുന്നത് പണത്തോടടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവമക്കളെ, നാം ജീവിതത്തിൽ ഒരു കായീനെ പോലെ ആയിത്തീരാതിരിപ്പാൻ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. ഈ സ്നേഹം നഷ്ടപ്പെട്ട കാലത്ത് എല്ലാവർക്കും പണം മതി, സ്നേഹം വേണ്ട, അല്ലേ? ഇന്ന് രാജ്യങ്ങളിലൊക്കെ മനുഷ്യർ പോയി കിടക്കുക, അന്യോന്യം ഒന്ന് വിളിക്കുകയായിട്ട്, സ്നേഹിക്കുകയായിട്ട്, ക്ഷേമം ചോദിക്കുകയായിട്ട് ഒന്നും ചെയ്യത്തില്ല. എല്ലാവർക്കും തിരക്ക, ബിസി ബിസി ബിസി. ഞാൻ പറയട്ടെ, ബിസി ലൈഫ് എല്ലാവർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ശത്രുവാം പിശാച് നമ്മളെ തെറ്റിക്കുവാൻ മുഴുവലത്തോടെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ. സ്നേഹമില്ലാത്ത കൈയിനെ പോലെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമില്ലാതാക്കി നമ്മെ നശിപ്പിക്കുന്ന അവസ്ഥകളാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ പണത്തെ സ്നേഹിക്കുകയല്ല, ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെയും മാമോനെയും കൂടി ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല നമുക്കല്ലേ? നമ്മൾ ലോകത്തെ ഇത്രമാത്രം സ്നേഹിപ്പാനിട വരാത്ത വണ്ണം ആമേൻ നാം ബിലെയാമിനെ പോലെ, ഒരു കായീനെ പോലെ നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. ഇപ്പോൾ മോശയ്ക്കെതിരെ കലഹിച്ച കോരഹപുത്രന്മാരുടെ കാര്യം നമുക്കറിയാമല്ലേ? അവരും ഇതുപോലെയായിരുന്നു. സംഖ്യാപുസ്തകം പഠിച്ചു കഴിയുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് 16-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വായിച്ചാൽ മതി, സമയം കിട്ടുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, കലഹവും ആമേൻ ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ കാര്യങ്ങളും സ്നേഹമില്ലായ്മയും ഒക്കെയും ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുകയും സഹോദര ബന്ധങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. ആകയാൽ ഈ വചനത്തിൽ നാം വായിച്ചത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ വളരെ അധികമായിട്ട് നാം ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്.
അതുകൊണ്ടാണ് ഇവിടെ യൂദാ പറയുന്നത്, ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗത്തെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. മൃഗത്തിന് ബുദ്ധിയില്ല, അല്ലേ? ജ്ഞാനമില്ല. ബുദ്ധി കാണും, ജ്ഞാനമില്ല. ആമേൻ. ആകയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനം, നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി യഹോവ ഭക്തിയിൽ നിന്ന്, ആമേൻ. ശലോമോൻ എന്താ പറയുന്നത്? യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ആകയാൽ ഈ ജ്ഞാനം നമ്മളിൽ ലഭിക്കണമോ, യഹോവയുടെ ഭക്തിയിൽ നാം ജീവിക്കുന്നവരായി തീരണം. ആമേൻ. ആകയാൽ ദിവസങ്ങളിൽ ഒരു മൃഗത്തെ പോലെയല്ല നാം ജീവിക്കേണ്ടത്, മറിച്ച് ആമേൻ, ദൈവം നമ്മളിൽ വസിക്കുന്നു. ദൈവം നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് തന്നിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ. നോക്കിക്കേ, മണിപ്പൂരിലൊക്കെ എന്തോ ഒരു അവസ്ഥയാണ് നടക്കുന്നത്, അല്ലേ? എത്രയോ ആയിരക്കണക്കിന് സഹോദരങ്ങളെ കൊന്നുമുടിച്ച് മനുഷ്യനായിട്ട് കാണാൻ കഴിയാതെ വണ്ണം ഈ ദിവസങ്ങൾ ദൈവമക്കൾക്കെതിരെ എത്രയോ മൃഗീയമായ പീഡനങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുവാനിടയായല്ലോ, ഛത്തീസ്ഗഡിലെ 3 ഗ്രാമങ്ങൾ ഒരുമിച്ച് ചേർന്ന് നശിപ്പിക്കുവാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന, ആമേൻ, അതേ ആളുകളെ നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നല്ലോ. ഈ ദിവസക്കാലങ്ങൾ ഞാൻ പറയട്ടെ, അന്ത്യകാലമാണ് പ്രിയപ്പെട്ടവരെ. സ്വസ്നേഹികളായി തീരും മനുഷ്യർ, വമ്പ് പറയുന്നവരായി തീരും. ആകയാൽ നാം അതിൽ കുടുങ്ങിപ്പോകാതെ, ആമേൻ, ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസങ്ങളിൽ തളർന്നു പോകരുതേ. ദൈവകൃപ ഏറ്റെടുക്കണം. ആത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാനിടയാകണം. ഹല്ലേലൂയ. അങ്ങനെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ബുദ്ധിയില്ലാത്തവരെ പോലെയല്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന, അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിഹാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അവസാനം ഉണ്ടാകുന്നതാകയാൽ നഷ്ടപ്പെട്ടു പോകാതെ കൃപ ഏറ്റെടുക്കുവാൻ ഏൽപ്പിക്കാം. 12-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റ് കൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റുപോയ വൃക്ഷങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിലെ ആശയങ്ങളെ നമുക്ക് പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസ് 2:13 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് പ്രത്യേകം കാണുവാനായിട്ട് കഴിയും. ഞാൻ വാക്യം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവർ താൽക്കാലിക ഭോഗതൃപ്തി, സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടി വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. ദൈവം എപ്പോഴും നീതിയുള്ളവനല്ലേ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ദൈവമക്കളെ. ഈ ദുഷ്ടത വിതയ്ക്കുന്നവൻ ദുഷ്ടത കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യുമെന്ന്. ഈ ഉപദേഷ്ടാക്കളെ ദുഷ്ടതയാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടുന്നതും അതുതന്നെയായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഉപദേഷ്ടാക്കൾ തങ്ങളുടെ ദൂഷണം പറയുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല. തങ്ങൾ എത്രമാത്രം വേണ്ടാതിനങ്ങൾ പറയുന്ന യൂട്യൂബൊക്കെ തുറന്നു നോക്കിക്കുക. ദൈവമക്കൾക്കെതിരെ ദൈവമക്കൾ തന്നെയായിരുന്നുകൊണ്ട് വേണ്ടാത്ത അപകീർത്തികൾ പരത്തുന്നത്. ആളുകളെ അവർക്ക് അറിഞ്ഞുകൂടാ. അവർ ഇതുപോലെ അജ്ഞാനികളായി തീരുകയാണ്. ആമേൻ. ദൈവ വചനത്തിന് വിരുദ്ധമായി ആത്മീയ കാര്യങ്ങളാണേ എന്ന് പറഞ്ഞ് അവർ വിളിച്ചു പോവുക. ആത്മീയ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവർ അജ്ഞരായിട്ട് ഇങ്ങനെ പ്രകൃത്യാ ബുദ്ധിയാൽ പിടിക്കപ്പെട്ടവരായ ജീവികളെ പോലെ, ആമേൻ, മൃഗങ്ങളെ പോലെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും മോഹങ്ങളും ഒക്കെ ഉപയോഗിച്ച് സ്ഥാനങ്ങളും മാനങ്ങളും വല്ല വിധേനയും സ്ഥാനങ്ങൾ കിട്ടണം, മാനങ്ങൾ കിട്ടണം, ഇങ്ങനെയൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുകയാണ്? ജനത്തെ നശിപ്പിക്കുകയാണ്. പാപം ചെയ്യുന്ന എല്ലാവരും പാപത്തിൻ്റെ അടിമകളാണേ എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ തിരിച്ചറിവോടെ ആയിരിക്കണം ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ഹല്ലേലൂയ. ജഡം തന്നെ കൊയ്യുവാനിടയാകും. ആകയാൽ പ്രൈസ് ദി ലോർഡ്, നാം ഇന്ന് പകൽക്കാലം അകത്ത് ചെയ്യുന്ന തെറ്റുകൾ അകത്തളത്തിൽ അല്ല പുരമുകളിൽ ഘോഷിക്കും. വചനം പറയുന്ന അറയ്ക്കകത്ത് ചെയ്യുന്നത് പുരമുകളിൽ ഘോഷിക്കുന്ന ദിവസം വരുമെന്നാ. അതുകൊണ്ട് പൂച്ച പാല് കുടിക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ട് ആരും കാണുന്നില്ല എന്ന ചിന്ത. ദൈവമക്കളെ, ഇന്ന് പാപം ചെയ്യുമ്പോൾ ആരും കാണുന്നില്ല. ഒരിക്കൽ ഒരു ദൈവദാസനോട് ഒരു വിശ്വാസി പറയുവാൻ തക്കവണ്ണോടെയായി, പാസ്റ്ററെ, ഇപ്പോഴേ വീര്യമില്ലാത്ത വീഞ്ഞിറങ്ങിയിട്ടുണ്ടെന്ന്, അത് പാസ്റ്റർമാർക്ക് കുടിക്കാൻ പറ്റിയതാണെന്ന്. ഞാൻ പറയട്ടെ, അതിൽ ആ ദൈവദാസൻ അകൃഷ്ടനായിരുന്നെങ്കിൽ വാങ്ങിച്ചു കുടിക്കുമായിരുന്നു. ആൽക്കഹോൾ ഇല്ലാത്ത വീഞ്ഞ്.
അപ്പം ആൽക്കഹോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മക്കളാകുന്നവർ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വലിയ പാപവും ചെറിയ പാപവും പാപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അകത്ത് ചെയ്യുന്നതും പുറത്ത് ചെയ്യുന്നതും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഈ സഭയിലെ പാപം ചെയ്തിട്ട് വരുന്നവർക്കും കത്രമേശ കൊടുക്കും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങളാ. തിരുത്താൻ ചെന്ന് കഴിഞ്ഞാൽ ആ പാസ്റ്ററെ സ്ഥലം മാറ്റും. പാസ്റ്ററിൻ്റെ നിലനിൽപ്പ് പാസ്റ്റർ നോക്കും. അയ്യോ മക്കളെ, പാസ്റ്റർക്കും കിട്ടും പണി, ഇവർക്കും കിട്ടും പണി. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പാപത്തിന് പങ്കാളികളാകാതെ, പാപം നമ്മളെ നയിക്കുവാൻ ഇടവരാതെ, പാപത്തിലേക്ക് നയിക്കുന്ന ആ പാപ സ്വഭാവങ്ങളെ വിട്ടുകൊണ്ട് അതിനെ തിരുത്തി കൊടുത്തുകൊണ്ട് ആമേൻ ക്രിസ്തീയ വേല ചെയ്തെടുക്കുവാൻ ഈ ദിവസങ്ങൾ ദൈവമക്കൾ ശ്രദ്ധാലുക്കളാകട്ടെ. ആമേൻ. മദ്യം കഴിക്കുന്നവർക്ക് ഒരു മടിയുമില്ല, അവർ കുടിക്കും അല്ലേ? അവർ എന്തു ചെയ്യും? പിന്നെ സഭയിലും വരും. സിഗരറ്റ് വലിക്കുന്നവർക്ക് ആ ഒരു മടിയില്ല. അവർ രഹസ്യത്തിലൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. പരസ്യമായിട്ട് ചെയ്ത് വെച്ച് വരത്തില്ല. പരസ്യമായിട്ട് ചെയ്തിട്ട് സഭയിൽ പോകുന്നവരെ എനിക്കറിയാം പ്രിയപ്പെട്ടവരെ. എന്നെ ഞാനിത് പറയുന്നതിന് ശേഷം അവസാനം നിങ്ങളെന്നെ ചീത്ത വിളിക്കുകയും ഈ യൂട്യൂബിലൂടെ ഇത് കണ്ടിട്ട് കമൻറ്റുകളിട്ട് എനിക്ക് ചീത്ത വിളിക്കുവാനും ഇടയാക്കരുത്. ഞാനുള്ള സത്യാവസ്ഥയാണ് പറഞ്ഞത്. ഈ രഹസ്യത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങൾ കർത്താവ് അറിയുന്നുണ്ട്. എത്രയോ 7ാം ക്ലാസ് തോറ്റവർ എഴുന്നേറ്റ് നിന്ന് സ്റ്റേജിൽ വിളങ്ങുന്നു. ദൈവമക്കളെ, ഇന്ന് സത്യമായി നീതിയോടെ കാണുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നും മറവല്ല. അവൻ്റെ മുൻപിൽ സകലവും നഗ്നതും മലർന്നതുമായിരിക്കാൽ അവനോടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ഈ ദിവസങ്ങളിൽ ആമേൻ നമ്മുടെ കുറവുകളെ കണ്ട് നമ്മുടെ ജീവിതത്തിൽ കറയും ചുളുക്കവും മാലിന്യവും ഇല്ലാതെ ഹല്ലേലൂയ വിശുദ്ധയായി ഒരു വിശുദ്ധ മക്കളായി ദൈവസഭയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കിടയാകണം. ആമേൻ. കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമ്മളിൽ കൂടി ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? അവൻ്റെ നിർമ്മല മണവാട്ടിയാണ്. കറയും ചുളുക്കവുമില്ലാത്ത, ഒരു മാലിന്യമില്ലാത്ത ആമേൻ ഒരു മണവാട്ടിയാണ് അവൻ ആഗ്രഹിക്കുന്നത്. ആകയാൽ ഈ ദിവസങ്ങളിൽ ആമേൻ നമുക്ക് ഈ ലോകത്തിൽ യാതൊരു സ്ഥാനം കിട്ടിയില്ലെങ്കിലും മാനം കിട്ടിയില്ലെങ്കിലും ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ വഴിതെറ്റി പോകാൻ ഇടവരാതെ, ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ കൈകളിൽപ്പെട്ട് കുടുങ്ങിപ്പോകാതെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ വിശുദ്ധിയോടെ ജീവിക്കണം. പലപ്പോഴും ആമേൻ ഞാൻ പറയട്ടെ, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വളരെ കാര്യങ്ങൾ ഒത്തിരി വിവരിക്കണമെന്നുണ്ട്. എന്നാൽ വിസ്താര ഭയത്താൽ ഞാൻ ഇവിടെ ചുരുക്കി പറയട്ടെ. സ്തോത്രം. ഈ കാര്യങ്ങളൊക്കെ വായിക്കും മനസ്സിന് ഒത്തിരി വിഷമമാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ യൂദാ 12ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞു ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ദുരുപദേഷ്ടാക്കന്മാരെ മറ്റുള്ളവരെ എന്നെ തീറ്റിപ്പോറ്റിയ മതി, അതല്ല. നമ്മുടെ ജീവിതത്തിൽ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാകാൻ ഇടയാകരുതേ. ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവരാകരുതേ. ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് ആമേൻ ദൈവഹിതം വിട്ടുള്ള ജീവിതം, ദൈവസന്നിധിയിലായിരിക്കുന്നുവെന്ന വ്യാമോഹം, നാം ദൈവസന്നിധിയിലാണ് ജീവിക്കുന്നതെന്ന് മറ്റുള്ളവർ മുൻപാകെ കാണിക്കുകയും അന്തരാത്മാവിൽ പാപം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥകളെ ഈ ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വരുമ്പോൾ ആമേൻ ഈ നമ്മൾ പത്രോസിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ അതിൻ്റെ 14ാം വാക്യമൊക്കെ പഠിക്കുമ്പോൾ അവിടെ മുഴുവൻ വ്യഭിചാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവരെ ഓരോ സ്ത്രീയെ നോക്കുന്നത് കാമചിന്തയോടെയാണ്. അപ്പം ഇവിടെ നമുക്ക് ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. പൗലോസിന് അതൊക്കെ കാണുമ്പോഴത്തേക്ക് വലിയ ദേഷ്യമാണ് വരുന്നത് അല്ലേ? അതുകൊണ്ട് അവർ സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അവർ ദൈവസന്നിധിയിൽ ശാപയോഗ്യരാകുകയും അവരെ കോപത്തിൻ്റെ മക്കൾ എന്നൊക്കെ പൗലോസ് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇനി ആമേൻ ക്രിസ്തു തങ്ങൾക്ക് വേണ്ടി വീണ്ടും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് അവരെത്തപ്പെടുക. പാപത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി ഒക്കെ ആയിരിക്കുന്ന അവസ്ഥ. ഇന്ന് പണത്തിന് വേണ്ടി പ്രവചിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ പ്രവാചകനായ ബിലെയാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. അവൻ പണത്തിന് വേണ്ടിയല്ലേ പ്രവചിച്ചത്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ബിലെയാമിൻ്റെ കഴുതി അവനെ ശാസിച്ചെങ്കിൽ
ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് കുരുട്ടാക്കിയിരിക്കുക അല്ലേ? ആമേൻ. ഇരുട്ടാക്കിയ ബിലെയാം, ഹല്ലേലൂയ, അവൻ്റെ അവൻ്റെ കണ്ണ്, അവൻ്റെ ഹൃദയം കുരുട്ടായി. എന്നാൽ ഉരിയാട കഴുതയിലൂടെ ദൈവം അവനെ കാര്യം ഓർമ്മിപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഇന്നും ആമേൻ മറഞ്ഞു കിടക്കുന്ന പാറ പോലെ നമ്മളിൽ പാപങ്ങൾ മറഞ്ഞു കിടക്കുകയാണ്. ദൈവാത്മാവ് ഇന്ന് പകലിൽ ഓർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, വെള്ളമില്ലാതെ ഓടുന്ന മേഘങ്ങളാണ്. ഹല്ലേലൂയ, വെള്ളമില്ലാതെ ഓടുന്ന മേഘങ്ങൾ ഇല കൊഴിഞ്ഞും ഫലമില്ലാതെ രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, വേരില്ലാത്ത വൃക്ഷം, ഹാലലി ചത്തുപോയ ആമേൻ വിത്തുകൾ കൊണ്ട് എന്താ പ്രയോജനം? അത് കിളിർക്കത്തില്ല, ഫലം കായ്ക്കത്തില്ല, വേരില്ലാത്ത വൃക്ഷത്തിന് നിലനിൽപ്പില്ല. പ്രിയപ്പെട്ടവരെ, വെള്ളമില്ലാത്ത മേഘം ഓടുമോ? ആമേൻ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ തിരിച്ചറിവോടുകൂടി ഒരു വിശ്വാസി ജീവിക്കേണ്ടതാകിയാൽ യൂദ വളരെ ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന മോശമായ പ്രവർത്തികളെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഹല്ലേലൂയ അവരെ നരകത്തിലേക്ക് തള്ളിയിടാതിരിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ യൂദ ആമേൻ ജനത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ആമേൻ വിശ്വാസത്തിന് വേണ്ടി അവർ പോരാടുവാൻ അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 13-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ അകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ വേരറ്റു പോയതും ഒരു വിധത്തിൽ വൃക്ഷങ്ങൾ 2 പ്രാവശ്യം ചത്തതാ അല്ലേ, വേരില്ലാത്തത്. അപ്പോൾ ആ ചത്തതും ഇങ്ങനെ നഷ്ടമായി ഒന്നുമില്ലാത്ത അവസ്ഥയിലെ കൊടിയ കടൽത്തിരകൾ പോലെ ഒക്കെയും ആയിരിക്കുന്ന അവസ്ഥയാണ് ദൈവസഭയ്ക്കകത്ത്. ഇപ്പോൾ ചത്തതാണ്, ജീവനില്ലാത്തതാണെങ്കിലും വലിയ ഇപ്പം ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുറത്തൊക്കെ അങ്ങ് വലിയ തിരമാല അടിച്ചു വരുന്നത് പോലെ ഭയങ്കര ഓളങ്ങൾ ഉണ്ടാക്കുക. വ്യാജ ഉപദേഷ്ടാക്കൾ നിന്നുകൊണ്ട് എന്തെല്ലാമാണ് സംഭവങ്ങൾ നടത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ വ്യാജമായതൊക്കെ നശിക്കും ദൈവമക്കളെ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. നമുക്ക് അന്തരീക്ഷത്തിൽ ഹല്ലേലൂയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി അതിനെ മലിനമാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവകൃപയാൽ നാം നിറയപ്പെട്ട ആത്മാവിൽ ഹല്ലേലൂയ നിറഞ്ഞവരായി ജീവിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ നിറവിനാൽ നിറഞ്ഞാൽ, കൃപകളാൽ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട് ആമേൻ നാം ഫലം കായ്ക്കുന്നവരായി തീരുവാനിടയാകും. എന്നാൽ രണ്ടൊരു ചത്തതും വേരില്ലാത്തതും ഫലം കായ്ക്കാൻ കൊള്ളാത്തതുമായ ഒരു വൃക്ഷത്തെ പോലെയും ആമേൻ വെള്ളമില്ലാതെ ഓടുന്ന മേഘത്തെ പോലെയും ഒക്കെ ആയിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ദൈവസഭകൾക്കകത്തായിരിക്കുന്നത്. ആകയാൽ കൊടിയ കടൽത്തിര പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാജ ഉപദേഷ്ടാക്കന്മാരാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം ഒന്ന് വായിക്കാം. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിനടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കടൽത്തിര ആമേൻ വെള്ളം മുകളിലോട്ട് ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ലേ? വെള്ളവും ചെളിയും ഒക്കെ ആയിട്ട് വരുന്നത് പോലെ ആർത്തിരുമ്പോൾ നമുക്ക് പേടിയാണ്. നല്ല വെള്ളമല്ല വരുന്നത്. ആകയാൽ ആകാശത്ത് വീഴുന്ന നക്ഷത്രങ്ങൾ പോലെയാണ് ഈ കാണുന്നത്. ആകാശത്ത് നിന്നും വീഴുന്ന നക്ഷത്രങ്ങൾ പോലെ വന്നു കഴിഞ്ഞാൽ എന്താ, കത്തി എരിഞ്ഞു പോവുക. ഒരു നിമിഷം അവർ പ്രകാശിക്കും, അടുത്ത നിമിഷം അന്ധകാരത്തിൽ കൂപ്പുകുത്തും. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ആകയാൽ ഈ ദിവസകാലങ്ങളിൽ ദൈവ മക്കൾ വളരെ ആമേൻ ദൈവകൃപ അനുഭവിക്കണം. പലപ്പോഴും ഹല്ലേലൂയ തങ്ങളെ തന്നെ തീറ്റിപ്പോറ്റുവാൻ, സ്വാർത്ഥതയുള്ള ആ അവസ്ഥയിലേക്ക് പോകുവാനല്ല. പലപ്പോഴും സ്വാർത്ഥതയുള്ള ഇടയന്മാരെങ്ങനെയാണ്, അവരുടെ ആടുകളെക്കുറിച്ചൊന്നും കരുതലൊന്നുമില്ല, അവർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പോകണം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുകയാണ്, പത്രോസ് എഴുതി വെച്ചിരിക്കുന്ന ആമേൻ കാര്യങ്ങൾ നാം ചിന്തിച്ചല്ലോ. ആകയാൽ ഈ ദിവസങ്ങളിൽ രണ്ടൊരു ചത്തിരിക്കുന്ന അവസ്ഥയിലല്ല, സൂര്യപ്രകാശം മറച്ചു കളഞ്ഞ് ഹല്ലേലൂയ ആഹാര സംശ്ലേഷണം ചെയ്യുവാൻ കഴിയാതെ വൃക്ഷം നശിച്ചു പോകുന്നത് പോലെ ഈ ദിവസങ്ങളിൽ പിശാച് ജനത്തെ ദൈവ സാന്നിധ്യത്തിൽ നകറ്റിക്കൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാൻ കഴിയാതെ മുരടിച്ചു പോകുന്ന വളർച്ച മുരടിച്ച ഒരു വൃക്ഷത്തെ പോലെ ആക്കിത്തീർക്കുവാൻ, വേരറ്റുപോയ അനുഭവത്തിലേക്ക് ആക്കിത്തീർക്കുവാൻ പിശാച് മുഴുവലത്തോടെ പ്രവർത്തിക്കുമ്പോൾ, ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ വ്യാജ ഉപദേഷ്ടാക്കന്മാർ വന്ന് നമ്മുടെ ജീവിതത്തെ തെറ്റിച്ച് കളയാതെ, അന്ധകാരത്തിലേക്ക് കൂപ്പൂത്തി പോകാതെ വണ്ണം വിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ആമേൻ. എൻ്റെ 14, 15 വാക്യങ്ങൾ കൂടി ഞാൻ അതിവേഗം വായിക്കട്ടെ. തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽ തിരകൾ സദാകാലത്തേക്കും അന്ധകാര തമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ഹല്ലേലൂയ. ഈ നക്ഷത്രങ്ങൾ ആമേൻ നശിച്ചു പോകുവാനല്ല, നക്ഷത്രങ്ങളെ പോലെ ക്രിസ്തുദാസിദാസന്മാർ ആമേൻ ഈ ദിവസങ്ങളിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ദൈവമക്കളെ, കർത്താവിൻ്റെ വരവേറ്റവും അടുത്തു. അവൻ്റെ വരവെങ്കിൽ വിശുദ്ധി നിറഞ്ഞവരായി ദൈവകൃപയുള്ളവരായി നിലനിൽക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കൊടിയ കടൽ തിരകൾ പോലെ. ഹല്ലേലൂയ. ആമേൻ. ഭയങ്കര ഒച്ചയിലും മേളത്തിലും ഒന്നുമല്ല. കർത്താവ് ഈ ദിവസങ്ങളിൽ അവൻ ആഗ്രഹിക്കുന്ന അളവിൽ ഒച്ചയും ബഹളവും ആത്മാവ് വന്നാൽ വരും, തുള്ളലും ഡാൻസും ഒക്കെ വരും. ദാവീദ് ഒരിക്കൽ പെട്ടകത്തിൻ്റെ മുൻപിൽ രാജവസ്ത്രം ഊരി വെച്ച് ദൈവത്തെ ആരാധിച്ച മീകൾ കളിയാക്കിയതാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെയൊക്കെ വരാം. ഈ ദിവസങ്ങൾ അതിൻ്റെ നടുവിൽ ദൈവകൃപ അനുഭവിച്ച് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ ദിവസകാലങ്ങളിൽ ആമേൻ വ്യാജ ഉപദേശങ്ങളിൽ ആമേൻ നമ്മുടെ ജീവിതം നശിച്ചു പോകാതെ നമുക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നു ലാഭം എന്നെണ്ണിക്കൊണ്ട് നമ്മുടെ ക്രിസ്തു ജീവൻ നയിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് 14 വാക്യം തൊട്ട് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഞാൻ വളരെ വേഗത്തിലാണ് ക്ലാസ്സുകൾ പറയുന്നത്. ധാരാളം വാക്യങ്ങൾ വായിപ്പാനും പറയുവാനും ഒക്കെ ഉണ്ടെങ്കിലും ആമേൻ ഈ ദിവസകാലങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ മൂലം വായിപ്പിക്കാൻ കഴിയാതെ ഞാൻ തന്നെ വായിക്കുന്നത് കൊണ്ടും ആമേൻ അതിവേഗം ക്ലാസ്സുകൾ നീണ്ടുപോകുന്നത് കൊണ്ടും സമയത്തിൻ്റെ പരിമിതി കൊണ്ടും ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ വിശുദ്ധിയോടെ ആമേൻ നാം പ്രയോജനമില്ലാത്ത വൃക്ഷങ്ങളെ പോലെയല്ല, ദൈവഹിതമില്ലാത്ത അവസ്ഥയിലേക്കല്ല ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് ഫലം കായ്ക്കുവാൻ, വേരറ്റു പോകുവാനല്ല, ദൈവഹിതപ്രകാരം ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടവരായി നമുക്ക് മുന്നേറുവാൻ ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിക്കുവാൻ ഇടവരാതെ, ആത്മീയന്ധരായി ജീവിപ്പാൻ ഇടവരാതെ ഈ ദിവസങ്ങളിൽ കൃപയെ ഏറ്റെടുത്ത് മുന്നേറുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഒരു കായിനെ പോലെ, ഒരു ബിലയാമിനെ പോലെയോ ഒരു കോരഹിനെ പോലെയോ ഒന്നുമല്ല. ആമേൻ. നാം ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി തന്നാലാവോളം ചെയ്യുന്നവരായി തീരുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ആമേൻ. ഈ യൂദാ തൻ്റെ സഭയിലെ ആമേൻ വ്യാജ അവസ്ഥകൾ കണ്ട് സഭയിലെ ജനം തെറ്റിപ്പോകാതിരിക്കുവാൻ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ ജനത്തെ ഉറപ്പിക്കുമ്പോൾ നമുക്കും ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ വിശ്വാസത്തിനായി പോരാടിക്കൊണ്ട് കർത്താവിൻ്റെ വരവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മറാനഥാ.